കറക്റ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം. നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്കിയേ, അടിപൊളിയല്ലേ ബാക്ക്. ഞാനിപ്പോൾ നമ്മുടെ കുന്നുംകുളത്താണ് കേട്ടോ. നമ്മുടെ ഇവിടെ പാർക്കാടി പൂരത്തിന് വന്നായിരുന്നു. രാവിലത്തെ വീഡിയോ ഇട്ട് നിങ്ങളെല്ലാവരും തന്നെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഇപ്പോൾ എന്തായാലും അവിടുത്തെ വൈകുന്നേരത്തെ പരിപാടിയാണ്. രാവിലെ ജസ്റ്റ് ആനകൾ ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് മെയിൻ പരിപാടി കാണാം കേട്ടോ. ഓക്കെ, നമുക്ക് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 3 കിലോമീറ്റേഴ്സ് അത്രേ ഉള്ളൂ അങ്ങോട്ടുള്ള ദൂരം. നമ്മളിത് ഇപ്പം നിൽക്കുന്നത് ഇവിടെ കുന്നംകുളം ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇവിടുന്ന് ഇതാ ഈ റൂട്ടിന് കുറച്ചാണ് പോകാണ്ട്, അധികം ദൂരമൊന്നുമില്ല കേട്ടോ, കുറച്ച് പോകാനുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം. നമ്മളിത് ഇവിടെ സ്പോട്ടിലെത്തിയിട്ട് നമ്മുടെ വണ്ടി ഇത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, സോ എന്തായാലും നമുക്ക് അങ്ങോട്ട് നേരെ ചെല്ലാം. അങ്ങനെ നമ്മുടെ കറക്റ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, എത്ര ആനകൾ നിൽക്കുന്നത് നോക്കിയേ. ഇതൊക്കെ എല്ലാ ആനകളും അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾക്ക് എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് പോവാം. ഞാനിപ്പോൾ അത് ഗജസംഗമത്തിൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാനത് കാണിച്ചു തരാം. നമുക്ക് അവിടുന്ന് അതൊരു പരിപാടി വരുന്നുണ്ട്, അത് കണ്ടതിന് ശേഷം ഞാനത് കാണിച്ചു തരാം കേട്ടോ. കാരണം ഒന്നുമില്ല, നമ്മളവിടെ നല്ല ക്രൗഡായിരുന്നു, അതുകൊണ്ട് അത് ലാസ്റ്റിക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ ഒന്നുമില്ല കേട്ടോ, ഗജസംഗമല്ലേ. സോ ഇവിടുന്ന് ഇതാ വേറെ പരിപാടി വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ കണ്ട പരിപാടി കേട്ടോ, അത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി പരിപാടി ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല, നോക്കി നോക്കാം. പിന്നെ ഈ പന്തലിൽ ലൈറ്റ് ഇട്ടുണ്ട്, അത് നോക്കിയേ. അതേപോലെ തന്നെ ഇതാ ഇവിടെ ഒരു പന്തലുണ്ട്. ഇനി എന്തായാലും ആനകൾ വരുന്നില്ല എന്നാണ് തോന്നുന്നത്. അവിടുന്ന് ഒരു മറ്റെന്തിനെന്താ പറയുക എന്നൊക്കെ അറിയില്ല, അത് വരുന്നുണ്ട്. പിന്നെ വേറെ വരുന്നില്ല തോന്നുന്നു. ഒരുവിധം എല്ലാ ആനകളും ഇതേ നോക്കി. നമ്മളതിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് ഈ പരിപാടി കാണാം, അതിന് ശേഷം ഞാനത് കാണിച്ചു തരാം. ഓക്കെ, അവിടുന്ന് ആ പരിപാടി വരുന്നുണ്ട് കേട്ടോ. അവരെ കൂടെ ഒരു അടിപൊളി കൊട്ടുണ്ട് തോന്നുന്നു. എന്തായാലും ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ ഇതാ ഒരുപാട് പേര് കൂട്ടം കൂടിയിട്ടുണ്ട്. അവിടെ മറ്റേ ഇതാണ് തോന്നുന്നു, എന്താ സർക്കസ് ഉണ്ടല്ലോ, ആ ഒരു പരിപാടിയാണ് തോന്നുന്നു. ഇതുവരെ ലൈറ്റ് കത്തിച്ചിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ലൈറ്റ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഓക്കെ, പാടത്ത് കൊട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റു മേളങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പാണ്ഡിമേളം തുടങ്ങി നിയന്ത്രണ കമ്മിറ്റിക്കാരുടെയും പോലീസിന്റെ പ്രത്യേകതയ്ക്ക് ആനകളെ എത്രയും വേഗം പാടത്ത് അണിനിരത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിയന്ത്രണ കമ്മിറ്റി
ആനകളെ നിശ്ചയിച്ചു കൊടുക്കേണ്ട അണിനിരക്കണമെന്നത് നിയന്ത്രണ കമ്മിറ്റിക്കാരുടെയും പോലീസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആനയുടെ മുന്നിലെ ബാരിക്കേഡിനുള്ളിൽ നിൽക്കുന്നവരെ അവിടുന്ന് മാറ്റി നിർത്തേണ്ടതാണ്. ആനകളെ നിരത്തിയിട്ടുള്ള ഭക്തജനങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിക്കേണ്ടതാണ്.
നമ്മൾ അവിടുന്ന് അങ്ങനെ വന്നു. ഇവിടുന്ന് ഇതാ വേറെ പരിപാടി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആ ഒരു ഭാഗത്തു നിന്ന് ചെണ്ടമേളം വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ആന അവിടെ നിന്ന് വരുന്നുണ്ട് തോന്നുന്നു, അറിയില്ല. കുറേ പേര് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് ഇനി ഇങ്ങനത്തെ പരിപാടികളായിരിക്കും. ആനകൾ കണ്ട് പോകുന്നുണ്ടാവും. ആനകൾ ഇനി ഉണ്ടാവുന്നുണ്ടാവില്ല. ഓക്കെ, ആനകളൊക്കെ തിരിച്ചു വരിക കേട്ടോ. ഓക്കെ, എല്ലാ ആനകളും തിരിച്ചു വരും. ഓക്കെ, എന്തായാലും നമ്മുടെ പാർക്കാടിയത്തെ പരിപാടി ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഗജസംഗമൊക്കെ കഴിഞ്ഞ എല്ലാ ആനകളും തിരിച്ചു പോവുക കേട്ടോ. ഇത് അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ടിലായിട്ട് 2 ആന പോകുന്നുണ്ട് കേട്ടോ. സോ എന്തായാലും നമ്മുടെ ഈ ഒരു പരിപാടി പാർക്കാടി പൂരത്തിൻ്റെ വൈകുന്നേരത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.